കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 772 സൂറത്തുന്നൂർ ആയത്തുകൾ 60 മുതൽ 64 വരെ, അതായത് അവസാനം വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഖവാഇദു മിനൻ നിസാഇ അല്ലാത്തി ലാ യർജൂന നികാഹ فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت خالاتكم أو ما ملكتم مفاتحه أو صديقكم. ليس عليكم جناح أن تأكلوا جميعا أو أشتاتا فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون. إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوه. إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. ألا إن لله ما في السماوات والأرض قد يعلم ما أنتم عليه ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 773 സൂറത്തുന്നൂർ ആയത്ത് 60, പേജ് നമ്പർ 1256. വൽ ഖവാഇദു മിനൻ നിസാഇ അല്ലാത്തി ലാ യർജൂന നികാഹ. സ്ത്രീകളിൽ നിന്ന് വിവാഹം പ്രതീക്ഷിക്കാത്തവരായ കിഴവികളാകട്ടെ ഫലൈസ അലൈഹിന്ന ജുനാഹുൻ, എന്നാൽ അവരുടെ മേൽ കുറ്റമില്ല, അൻ യദഅന സിയാബഹുന്ന ഗൈറ മുതബർരിജാതിൻ ബിസിനത്തിൻ, അഴക് പ്രകടിപ്പിക്കുന്നവരല്ലാത്ത അവസ്ഥയിൽ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്നത് കുറ്റമല്ല. ആർത്തവം നിലച്ച ഗർഭധാരണ സാധ്യതയില്ലാത്ത വൃദ്ധ സ്ത്രീകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ സ്ത്രീകളെപ്പോലെ വാർദ്ധക്യത്തിലെത്തിയ ഈ സ്ത്രീകൾ
ധാരണയിൽ നിഷ്കർഷ പാലിക്കേണ്ടതില്ല. മാന്യത പാലിക്കലാണ് അവർക്ക് ഉത്തമം. പേജ് നമ്പർ 1257. മുഖമക്കനക്ക് ഉപയോഗിക്കുന്ന മേൽത്തട്ടം, മൂടുപടം പോലെയുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വസ്ത്രമൊന്നും അഴിക്കാതെ അടങ്ങി ഒതുങ്ങി ഇരിക്കലാണ് മാന്യത. അല്ലാഹു സമീഉൻ അലീം. അള്ളാഹു സൂക്ഷ്മമായി കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ആയത്ത് 61. ലൈസ അലൽ അഅ്മാ ഹറജുൻ. അന്ധന് കുറ്റമില്ല. വലാ അലൽ അഅ്റാജി ഹറജുൻ. മുടന്തനും കുറ്റമില്ല. വലാ അലൽ മരീദി ഹറജുൻ. രോഗിക്കും കുറ്റമില്ല. വലാ അല അൻഫുസിക്കും. നിങ്ങൾക്ക് തന്നെയും. അൻ തഅകുലു മിൻ ബുയൂത്തിക്കും. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കൽ. ഔ ബുയൂത്തി ആബായിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കളുടെ വീടുകളിൽ നിന്ന്. ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മാതാക്കളുടെ വീടുകളിൽ നിന്ന്. ഔ ബുയൂത്തി ഇഖ്വാനിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളിൽ. ഔ ബുയൂത്തി അഹവാത്തിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരുടെ വീടുകളിൽ. ഔ ബുയൂത്തി അമാമിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃ സഹോദരന്മാരുടെ വീടുകളിൽ. ഔ ബുയൂത്തി അമ്മാത്തിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃ സഹോദരിമാരുടെ വീടുകളിൽ. ഔ ബുയൂത്തി അഹ്വാലിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവന്മാരുടെ വീടുകളിൽ. ഔ ബുയൂത്തി ഹാലാത്തിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മാതൃ സഹോദരിമാരുടെ വീടുകളിൽ. ഔ മാ മലക്തും മഫാത്തിഹു. അല്ലെങ്കിൽ നിങ്ങൾ താക്കോലുകൾ ഉടമയാക്കിയ വീടുകളിൽ. യുദ്ധത്തിനും മറ്റുമായി യാത്ര പോകുമ്പോൾ വീട് കൂട്ടി താക്കോൽ ബന്ധുക്കളെയോ പരിചയക്കാരെയോ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശം. വീടിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നു. ഔ സ്വദീഖിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ങാതിയുടെ വീടുകളിൽ. അങ്ങനെയുള്ള വീടുകളിൽ ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല. അന്ധൻ, മുടന്തൻ, രോഗി എന്നിവർ മറ്റുള്ളവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ചിലർ ഒഴിവാക്കിയിരുന്നു. ആളുകൾക്ക് അറപ്പും വെറുപ്പും ഉണ്ടാകുമോ എന്ന ഭയവും തെറ്റിദ്ധാരണകളുമായിരുന്നു കാരണം. അത് മോശമാണെന്നും മ്ലേച്ഛമാണെന്നും കരുതപ്പെട്ടിരുന്നു. അതിനൊന്നും യാതൊരു തകരാറുമില്ല. കൂടെ ഒരുമിച്ച് ഭക്ഷിക്കാം. വേറിട്ടാകുന്നതിനും വിരോധമില്ല. വിരുന്നുകാരെ സൽക്കരിക്കാൻ സ്വന്തം വീട്ടിൽ ഒന്നുമില്ലാതെ വന്നാൽ പിതാവിൻ്റെയോ മറ്റ് ഇവിടെ വിവരിക്കപ്പെട്ട ആരുടെയെങ്കിലുമോ വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അന്യ വീട്ടിലേക്കാണ് വിളിച്ചതെന്ന് പറഞ്ഞു പോകാൻ ആളുകൾ മടിച്ചിരുന്നു. അങ്ങനെ മടിക്കേണ്ടതില്ല. കൂട്ടുകാരുടെ വീടുകളിൽ പോയി ഒന്നിച്ചിരുന്നു ആഹാരം കഴിക്കുന്നതും അനുവദിക്കപ്പെട്ടതാണ്. അതിനൊന്നും വിരോധമില്ല. പ്രസ്തുത വീടുകളിൽ വീട്ടുടമ ഇല്ലാതെ വരുമ്പോൾ സ്ത്രീകൾ വല്ലതും സൽക്കരിച്ചാൽ സ്വീകരിക്കുന്നതിന് വിരോധമില്ല. യുദ്ധത്തിന് വേണ്ടിയോ മറ്റോ സ്ഥലം വിട്ടു പോകുമ്പോൾ തൻ്റെ സമ്പത്തും കൃഷിയും നോക്കാൻ ഏൽപ്പിച്ചാൽ അതിൽ നിന്ന് അത്യാവശ്യം തിന്നുന്നതിനും വിരോധമില്ല. ഒരു വീടിൻ്റെ ചുമതലയേൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് ആ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കാം. ലൈസ അലൈക്കും ജുനാഹൻ അൻ തഅകുലു ജമീഅൻ ഔ അഷ്താത. നിങ്ങൾ കൂട്ടായിട്ടോ വേറെ വേറെയോ ഭക്ഷണം കഴിക്കുന്നതിന് കുറ്റമില്ല. ഒറ്റയ്ക്കും കൂട്ടായും എല്ലാം ഭക്ഷണം കഴിക്കാം. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കിയിരുന്ന ചിലരുടെ സ്വഭാവം ശരിയല്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഒറ്റയ്ക്ക് തിന്നുന്നതും ചെറു സംഘങ്ങളായി തിന്നുന്നതും അനുവദനീയമാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് അഭികാമ്യം. അത് ബറക്കത്ത്, ദൈവികാനുഗ്രഹം, അഭിവൃദ്ധി ലഭിക്കാൻ കാരണമാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അഹ്മദ് 16,505, അബൂദാവൂദ് 3766. അല്പം വലിയൊരു പാത്രത്തിൽ 8-10 പേർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന പതിവ് ഇന്നും തുടർന്നു വരുന്ന മുസ്ലിം നാടുകളുണ്ട്. ഓരോരുത്തർ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും വളരെ വ്യത്യാസമുണ്ട്. സ്നേഹവും സൗഹൃദവും കുടുംബബന്ധവും ഊട്ടിയുറപ്പിക്കുന്നതാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ എന്ന് മാത്രമല്ല, പരസ്പരമുള്ള പിണക്കങ്ങളും മറ്റും തീർക്കാനും സൗഹൃദ ഭാവം വരുത്താനും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കൽ വഴിവെക്കും. ഫഇദാ ദഖൽതും ബുയൂത. നിങ്ങൾ വല്ല വീടുകളിലും പ്രവേശിക്കുമ്പോൾ ഫസല്ലിമു അലാ അൻഫുസിക്കും. നിങ്ങൾ സ്വന്തത്തിന് നിങ്ങൾ സലാം പറയുക. തഹിയ്യത്തം മിൻ ഇൻദില്ലാഹി മുബാറകത്തുൻ ത്വയ്യിബ. വളരെ അനുഗ്രഹീതവും വളരെ വിശേഷപ്പെട്ടതും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതുമായ അഭിവാദ്യം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഭാര്യയോ മക്കളോ മറ്റോ ആരാണ് വീട്ടിലുള്ളത് അവർക്ക് സലാം പറയാം. നിങ്ങളുടെ സ്വന്തത്തിന് എന്ന് പറഞ്ഞത് അവർ നിങ്ങളുടെ സ്വന്തമാണല്ലോ എന്നതുകൊണ്ടാണ്. സലാം പറയുന്നതിൻ്റെ പുണ്യം നിങ്ങൾക്ക് തന്നെയാണല്ലോ. കുടുംബങ്ങളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായിരുന്നാലും നിങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. മുസ്ലിമുകളെല്ലാം ഒറ്റ ദേഹം പോലെയാണ് എന്നതിലേക്കുള്ള സൂചനയാവാം എന്നും വ്യാഖ്യാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സലാമിന് 3 വിശേഷണങ്ങൾ ഇവിടെ നൽകിയത് ശ്രദ്ധിക്കുക. തഹിയ്യത്ത്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള അഭിവാദ്യവും ഉപചാരവും ഉപഹാരവുമാണ്. മുബാറക്കത്തൻ, അനുഗ്രഹീതവും അഭിവൃദ്ധിയുള്ളതും ആശീർവദിക്കപ്പെട്ടതുമാണ്. ത്വയ്യിബ, പരിശുദ്ധവും പരിഭാവനവും നല്ലതും ഹൃദയ ശുദ്ധിയുള്ളതുമാണത്. നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ സലാം. പേജ് നമ്പർ 1259. തമ്മിൽ ഇത് പറയുമ്പോൾ പരസ്പരം വെറുപ്പും പകയും വിദ്വേഷവും അകൽച്ചയുമെല്ലാം ഇല്ലാതാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
നിങ്ങൾ സത്യവിശ്വാസിയാകുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾക്ക് സത്യവിശ്വാസമുണ്ടാവുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെയോ? നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക. മുസ്ലിം 203. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്തി. അപ്രകാരം അല്ലാഹു നിങ്ങൾക്ക് ആയത്തുകൾ വിവരിച്ചു തരുന്നു. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 774, സൂറത്തുൻ നൂർ ആയത്ത് 62, പേജ് നമ്പർ 1259. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. വഇദാ കാനൂ മഅഹു അലാ അംറിൻ ജാമിഅൻ. അവർ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പൊതു കാര്യത്തിലായിരിക്കുമ്പോൾ ലം യദ്ഹബു ഹത്താ യസ്തഇദിനൂഹു. അവർ അദ്ദേഹത്തോട് അനുവാദം വാങ്ങിയിട്ടല്ലാതെ പിരിഞ്ഞു പോവുകയില്ല. ഇന്നല്ലദീന യസ്തഇദിനൂനക ഉലൈകല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. നിശ്ചയമായും നിന്നോട് അനുവാദം ചോദിക്കുന്നവരാരോ അനുവാദം വാങ്ങുന്നതാരോ അവർ തന്നെയാണ് അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർ. ഫഇദസ്തഅദനൂക ലിബഅദി ശഅനിഹിം. അവരുടെ വല്ല ആവശ്യത്തിനും അവർ നിന്നോട് അനുവാദം ചോദിക്കുമ്പോൾ ഫഇദൻ ലിമൻ ശിഅത മിൻഹും. അവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അനുവാദം കൊടുക്കുക. വസ്തഗ്ഫിർ ലഹുമുല്ലാഹ. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും വളരെ കൃപയുള്ളവനുമാകുന്നു. പൊതുകാര്യം എന്ന് പറഞ്ഞത് എല്ലാവർക്കും വേണ്ടപ്പെട്ട കാര്യം എന്നർത്ഥമാണ്. പൊതുവായ ഒരു ആവശ്യത്തിന് വേണ്ടി കൂടിയാലോചന നടത്തുമ്പോഴോ സമൂഹമായി ഒന്നിച്ചൊരു കാര്യം ചെയ്യുമ്പോഴോ ഒഴിവായി പോകുന്നവർ അനുവാദം വാങ്ങിയിട്ടേ പോകാവൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലാകുമ്പോൾ അനുവാദം ചോദിക്കേണ്ടതായ ആവശ്യം കൂടുതൽ ഗൗരവതരമാകുന്നു. റസൂലിൻ്റെ അഭാവത്തിൽ നേതൃത്വം വഹിക്കുന്നവരോടും ഈ നിലയിൽ പെരുമാറണം. അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക എന്ന് പറഞ്ഞതിൽ സമ്മതം വാങ്ങി പിരിഞ്ഞു പോകൽ അത്ര ശരിയല്ല എന്ന് ഉണർത്തിയിരിക്കുന്നു. പരിപാടി കഴിയുന്നതുവരെ ക്ഷമിച്ചിരിക്കുകയാണ് വേണ്ടത്. ഇസ്ലാമിലെ പെരുമാറ്റച്ചട്ടങ്ങളിൽപ്പെട്ടതാണ് ഇതെല്ലാം. അഹ്സാബ് യുദ്ധവേളയിലാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. ഖുറൈശികളും ഇതര അറബി ഗോത്രങ്ങളും കക്ഷികളും ഒന്നായി സംഘടിച്ച് മദീനയെ ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ പ്രതിരോധിക്കാൻ കിടങ്ങ് കൊഴിച്ചത് ഈ യുദ്ധത്തിലാണ്. മുസ്ലിങ്ങളെല്ലാവരും കിടങ്ങ് ഒഴിക്കുന്ന ജോലിയായിരുന്നപ്പോൾ കപടവിശ്വാസികൾ ഇതിൽ നിന്ന് ഒഴിവാകാൻ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു. വിശ്വാസികൾ അനിവാര്യമായ ഘട്ടങ്ങളിൽ അനുവാദം ചോദിച്ച് സ്ഥലം വിടുകയും ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തിരുന്നു. ഈ പൊതുകാര്യത്തിൽ നിന്ന് ഒഴിവായി പോകുക വിശ്വാസികൾക്ക് യോജിച്ചതല്ല. അനുവാദം ചോദിക്കുന്നവരുടെ ആവശ്യങ്ങൾ ന്യായമാണോ, അവരതിനർഹരാണോ എന്നൊക്കെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം നൽകാനും നൽകാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആയത്ത് സൂചിപ്പിക്കുന്നു. നേതാവിനെ അനുയായികൾ അനുസരിക്കേണ്ടതിൻ്റെ അനിവാര്യതയും നേതാവിൻ്റെ അധികാരാവകാശത്തെയും ഈ ആയത്ത് വ്യക്തമാക്കുന്നു. ആയത്ത് 63, പേജ് നമ്പർ 1260. ലാ തജഅലു ദുആഅ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദ. നിങ്ങളുടെ ഇടയിൽ റസൂലിൻ്റെ വിളിയെ നിങ്ങൾ ആക്കരുത്, നിങ്ങളിൽ ചിലരെ വിളിക്കുന്നത് പോലെ. നിങ്ങൾ തമ്മിൽ പേരെടുത്ത് പറഞ്ഞ് ഗൗരവത്തിലും അല്ലാതെയും വിളിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കരുത്. അതായത് മുഹമ്മദേ എന്നൊന്നും വിളിക്കരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ പോലും അങ്ങനെ നേരിട്ട് വിളിച്ചതായി കാണുന്നില്ല. അള്ളാഹുവിൻ്റെ ദൂതരെ, പ്രവാചകരെ എന്നിങ്ങനെ ബഹുമാനം വിനയത്തോടെ വിളിക്കണം എന്ന് സാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിളിയെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളിൽ ചിലരെ വിളിക്കുന്നത് പോലെ ആക്കരുത് എന്നും ഇവിടെ ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ വിളിക്കുമ്പോൾ സൗകര്യമുണ്ടെങ്കിൽ ചെല്ലുകയും എന്നാൽ ഇഷ്ടം പോലെ പിരിഞ്ഞു പോവുകയുമാണല്ലോ പതിവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിളിയെ അങ്ങനെയാക്കാൻ ഒരിക്കലും പാടില്ല. വിളിച്ചാൽ ചെല്ലുക തന്നെ വേണം. നിരുപാധികമായ അനുസരണം നിർബന്ധമാണ്. ഈ വ്യാഖ്യാനവും താത്വികമായി വളരെ ശരിയാണ്. ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലൂന മിൻകും ലിവാദ. നിങ്ങളിൽ നിന്ന് ഒളിച്ചു ചോർന്നു പോകുന്നവരെ അള്ളാഹു അറിയും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സദസ്സിൽ നിന്ന് അദ്ദേഹം കാണാതെ സൂത്രത്തിൽ ചോർന്നു പോകുന്നത് ഗുരുതരമായ തെറ്റാകുന്നു. അങ്ങനെ പോകുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതിരിക്കാൻ വേണ്ടി ഒളിക്കുന്നതിൽ കാര്യമില്ല, വെറുതെയാണത്. അള്ളാഹു അത് അറിയും. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. അതിനാൽ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്യുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ. അവർക്ക് വല്ല പരീക്ഷണവും അതായത് ആപത്തും ഏൽക്കുമെന്ന്. ഔ യുസീബഹും അദാബുൻ അലീം. അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ ഏൽക്കുമെന്ന്. ഇഹലോകത്ത് പരീക്ഷണവും കഠിന ശിക്ഷയും ഏൽക്കുമെന്ന് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച് ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ചില മുനാഫിഖുകൾ സഹിക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോകാറുണ്ടായിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതിരിക്കാൻ
സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. സൂത്രത്തിൽ ഇറങ്ങിപ്പോകും. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് മറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കും, എന്നാൽ അള്ളാഹു അറിയാതെ ഒളിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രവാചകന്റെ കൽപ്പനക്കും ചര്യക്കും വിരുദ്ധമായി പ്രവർത്തിക്കുകയും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വാദങ്ങൾ അവതരിപ്പിക്കുകയും തന്ത്രങ്ങൾ തേടുകയും ചെയ്യുന്ന എല്ലാവരും ഈ ആയത്തിലെ താക്കീത് ഗൗരവമായി എടുക്കട്ടെ. പേജ് നമ്പർ 1261, ആയത്ത് 64. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. ശ്രദ്ധിക്കുക, നിശ്ചയമായും ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. അതെല്ലാം സൃഷ്ടിച്ചതും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹു തന്നെയാകുന്നു. ഖദ് യഅലമു മാ അൻതും അലൈഹി. നിങ്ങൾ ഏതൊന്നിലാണോ അത് അവൻ അറിയുന്നു. വയൗമ യുർജഊന ഇലൈഹി ഫയുനബ്ബിഉഹും ബിമാ അമിലു. അവങ്കലേക്ക് അവർ മടക്കപ്പെടുന്ന ദിവസം അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി അവരെ അവൻ അറിയിക്കുന്നതാകുന്നു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു എല്ലാ സംഗതികളെപ്പറ്റിയും സൂക്ഷ്മമായി അറിവുള്ളവനാകുന്നു. മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങുന്ന ഏതൊരു വസ്തുവിൻ്റെയും വളരെ ചെറിയ ശതമാനം നിയന്ത്രണമേ മനുഷ്യർക്കുള്ളൂ. പദാർത്ഥമോ ഊർജ്ജമോ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാമെന്നല്ലാതെ ശൂന്യതയിൽ നിന്ന് പുതുതായി ഉണ്ടാക്കാനോ നിശേഷം ഇല്ലാതാക്കാനോ സാധ്യമല്ല. അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഏതൊരു വസ്തുവും എൻ്റേത്, നമ്മുടേത് എന്ന് നാം പറയുമ്പോൾ അതിൻ്റെ വളരെ ചെറിയ കൈകാര്യാവകാശം മാത്രമേ നമുക്കുള്ളൂ. ആ വസ്തുവിലെ തന്മാത്രകളുടെയും പരമാണുവിൻ്റെയും അതിൻ്റെ ഘടകങ്ങളുടെയും ചലനങ്ങളുമെല്ലാം സൃഷ്ടികർത്താവിൻ്റെ കൃത്യവും അതിസൂക്ഷ്മവുമായ നിയന്ത്രണത്തിലാകുന്നു.